നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെപ്പോ ഒന്നു ഗൗതം ഇതെന്റെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ. ചോദിച്ചത് കേട്ടില്ലേ എപ്പോ വന്നൂന്ന്? ഗൗതം നീ ഇതെവിടെ പോയിരുന്നു? ഞാൻ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? ഓ പിന്നെ അതെ, ഞാൻ വാഷ്റൂമിൽ ഫ്രഷ് ആവാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ. കൂടുതൽ അഭിനയിക്കല്ലേ. മോന്റെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. കള്ളലക്ഷണോ? അതെവിടുന്നു? അതെ, ഈ ചോദ്യം കൂടി ആയപ്പോ ഉറപ്പായി. എന്താ കാര്യം? തെളിച്ചു പറ. തെളിച്ചു പറ ചക്കരെ. ഒന്നുമില്ല. എന്നോട് കള്ളം പറയല്ലേ. ദേ, ഈ മുഖത്തൊരു ചെറിയ മാറ്റം സംഭവിച്ചാ അപ്പൊ ഞാൻ ജഡ്ജ് ചെയ്യും. കളിക്കാതെ കാര്യം പറ. കാര്യം പറയില്ല, അത് സർപ്രൈസാ. കണ്ണ് കെട്ടിയ ഞാൻ ആ സർപ്രൈസ് കാണിച്ചു തരാം. കണ്ണ് കെട്ടിയ പിന്നെ എങ്ങനെ സർപ്രൈസ് കാണാൻ പറ്റും? ആ ടവൽ ഇങ്ങോട്ട് തിരിഞ്ഞേ, ഞാനേ കാണിച്ചു തരാം. എന്താ ഗൗതം ഇത്? എന്തി കാണിക്കുന്ന? അടങ്ങി നിക്ക അവിടെ. ഞാൻ പോയി സർപ്രൈസ് എടുത്തിട്ട് വരാം. ടവല് വലിച്ചെടുക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് കണ്ണ് വേദനിക്കുന്നു, പെട്ടെന്ന് വരണം. ശരി ശരി. ഇനി ടവൽ ഒഴിച്ചോ. നിനക്കെന്താ ഒരു സന്തോഷം ഞെട്ടലും ഇല്ലാത്ത? പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗിഫ്റ്റ് കാണിക്കാനാണോ എന്റെ കണ്ണ് കെട്ടി വെച്ചത്? ഇതിനകത്തല്ല സർപ്രൈസ് ഇരിക്കുന്നേ. ഇതിനെയാണ് ഡബിൾ സർപ്രൈസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സർപ്രൈസ് ഈ ഗിഫ്റ്റ്, അടുത്തത് ഗിഫ്റ്റിനുള്ളിൽ എന്താണെന്നുള്ളതാണ്. വന്നേ, ഇവിടെ ഇരുന്നേ. വാ, ഇരിക്ക്. പിടിക്ക്. അതെ, ഇതിനകത്ത് എന്താ ഉള്ളത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നോക്ക് മോളെ. എന്തായിരിക്കും ഗിഫ്റ്റ്? സൂപ്പർ. ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ ആരെങ്കിലും സൂപ്പർ എന്ന് പറയൂ? നമുക്ക് 3 കുഞ്ഞുങ്ങൾ പറക്കുമെന്നല്ലേ ഈശ്വരി മുത്തശ്ശി പറഞ്ഞത്. അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനും നീയും നമ്മുടെ 3 കുഞ്ഞുങ്ങളുമാണ് ഈ ഫോട്ടോയിൽ. ഇത് ഞാൻ, ഇത് നീ, ഇത് എന്നെ പോലൊരു മോൻ, ഇത് നിന്നെ പോലൊരു മോള്. അപ്പൊ ഈ മൂന്നാമത്തെ കുട്ടിയോ? അതെ, വീണ്ടും ഒരു മോള്, എന്റെ അമ്മയെ പോലൊരു മോള്. എടുത്തി ഗൗതം അവന് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ അല്ലേ? അവനതൊന്നും വെറുതെ പറയുന്നതല്ല. എല്ലാം അവന്റെ സ്വപ്നങ്ങളാ, ആഗ്രഹങ്ങളാ. 3 കുട്ടികൾ ഉണ്ടാവണമെന്നാ അവന്റെ ആഗ്രഹം.
ഒന്ന് അവനെ പോലെ, ഒരാള് നിധിയെ പോലെ, പിന്നെ ഒരാള് ആ കുഞ്ഞിന്റെ മുഖം അവന്റെ അമ്മയുടേതുപോലെ ആയിരിക്കണമെന്നാണ് ഗൗതമിന്റെ മോഹം. അമ്മ എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് ആരെ ആയിരിക്കും? ഏട്ടത്തി ആയിരിക്കോ, എന്നെ ആയിരിക്കോ? ആ കുഞ്ഞിന് ഏട്ടത്തിയുടെ മുഖമായിരിക്കണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹമെങ്കിൽ അമ്മ എന്നവൻ പറയില്ലായിരുന്നല്ലോ, പാറു എന്നല്ലേ പറയൂ. അപ്പോ ഒന്നുറപ്പാ, അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ മകൾക്ക് അവന്റെ അമ്മയുടെ, അതായത് എന്റെ മുഖഛായ ഉണ്ടാവണമെന്നത് തന്നെയാണ്. അല്ലേലും അത് അങ്ങനെ തന്നെയാണല്ലോ. അവന്റെ മനസ്സില് അമ്മയുടെ സ്ഥാനത്ത് ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏട്ടത്തെക്കുറിച്ച് അവനങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. സംശയം ഉണ്ടെങ്കിലേ ഏട്ടത്തി ചെന്ന് ആ ഫോട്ടോ എടുത്തൊന്ന് നോക്കിയേ, അതിലൊരു കുഞ്ഞിന്റെ മുഖം എന്നെ പോലെ ആയിരിക്കും. എടുത്തി വിഷമിക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്. ആ, പുറത്തെങ്ങ ആളെ കാണാഞ്ഞപ്പോ ഞാൻ വിചാരിക്കായിരുന്നു ആളിതെവിടെ പോയിന്ന്. എന്തു പറ്റി? എന്താ പാറുവിനൊരു സങ്കടം? എന്താ കാര്യം? വസുവായിട്ട് വഴക്ക് വല്ലതും? ഏയ്, അതൊന്നുമല്ല. ഇത് ഗൗതം കൊണ്ടുവന്ന ഒരു ഫോട്ടോയുടെ ടെൻഷനാ. ഫോട്ടോ ടെൻഷനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഗൗതം ഇന്ന് നിധിക്ക് കൊടുക്കാനായി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ അവൻ വരപ്പിച്ചെടുത്തൊരു ഫോട്ടോ. അതിലവർക്ക് 3 കുട്ടികളാ ഉള്ളത്. 3 കുട്ടികളോ? അത് കൊള്ളാലോ. ഒരാള് നിധിയെ പോലെ ഇരിക്കും, ഒരാള് മോനെ പോലെ, പിന്നെ ഒരു പെൺകുഞ്ഞ്. അതിന്റെ മുഖം അവന്റെ അമ്മയെ പോലെയാണെന്നാ പറഞ്ഞത്. പക്ഷേ ആ ഫോട്ടോ ഞാൻ കണ്ടില്ല ഗോപിയേട്ട. ഞാൻ തിരിഞ്ഞു നടക്കുമ്പോ വസു എന്നെ വിളിച്ചിട്ട് കുറെ കുത്തുവാക്കുകൾ പറഞ്ഞു. സംഗതിയപ്പോ വസു തന്നെയാണ് കാരണം. കാരണം വസു അല്ല, വസു പറഞ്ഞതാ. ശരി, വസു എന്താ പറഞ്ഞത്? ആ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന അമ്മയുടെ മുഖമുള്ള കുഞ്ഞ് വസുവിനെ പോലെ ഇരിക്കുമെന്ന് വസു പറഞ്ഞത്.